ഹലോ എവരി വൺ, എല്ലാ സുഹൃത്തുക്കൾക്കും ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്ന് പറയുന്ന സീരീസ് ഓഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ബ്രാൻഡ് പൊസിഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ആൻഡ് ഓൾസോ എ ബിസിനസ് പ്ലാനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു ബിസിനസ്സിൻ്റെ കയറി ചാടിക്കയറി തുടങ്ങുകയല്ല വേണ്ടത്, അതിനൊരു ബിസിനസ് പ്ലാൻ വേണം, അതിനെ ക്ലിയർ ആയിട്ട് പൊസിഷൻ ചെയ്യണം, ആൻഡ് ഓൾസോ ക്ലാരിറ്റി വേണം. നമ്മളുടെ ബിസിനസ് മോഡൽ എന്താണ്, നമ്മൾ ആർക്കാണ് വിൽക്കുന്നത്, അതുപോലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, നമ്മുടെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണം, സെയിൽസ് എങ്ങനെയായിരിക്കണം, എല്ലാത്തിലും പക്കാ ക്ലാരിറ്റി വേണം. എന്നിട്ട് വേണം ബ്രാൻഡ് ഐഡൻറ്റിറ്റീസ് ഉണ്ടാക്കാൻ. നമ്മുടെ ബിസിനസ്സിൻ്റെതായ സർവീസോ പ്രൊഡക്റ്റ് എന്തോ ആവട്ടെ, അതിൻ്റെതായ ലോഗോ, കളറ്, ടൈപ്പോഗ്രഫി, അതിൻ്റെ കളർ തീം, അതിൻ്റെ ടോൺ എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ദെൻ ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് എങ്ങനെ ഇറങ്ങാം എന്നുള്ളതാണ് പ്ലാനിങ്ങോട്. ഇത്രയാണ് പ്ലാനിങ് സെക്ഷൻസ് ഉണ്ടാവാറുള്ളത് പൊതുവെ നോർമലായിട്ട്. സോ നമ്മുടെ ഒരു ബിസിനസ്സിന് ഇങ്ങനൊരു 3 സെക്ടറിലായിട്ട് നമുക്ക് കാണാം. ആദ്യം ഈ പിരമിഡ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും ഫൗണ്ടേഷണൽ ലെവൽ കണ്ടോ, ഇതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷണൽ ലെവൽ. ഈ ഫൗണ്ടേഷണൽ ലെവലിൽ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടത് ഒന്ന് ബ്രാൻഡിങ് ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രസൻസ് ആയ വെബ്സൈറ്റ്. 3 അതിൻ്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ വേണം. ഓക്കെ, സോ BMT എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാം തന്നെ ഡേ 1 വേണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ ഇതിൻ്റെ ഫൗണ്ടേഷണൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് തുടങ്ങാൻ. സോ ഈ സ്റ്റെപ്പിനെ നമ്മൾ 0 to 1 എന്നാണ് വിളിക്കാറ്. സോ ദിസ് ഈസ് ദ 0 to 1 സ്റ്റെപ്പ്.